നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. IS ബന്ധം കാസർഗോഡ് അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 16ഓളം പേർ ISൽ ചേർന്നതായി സംശയം. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 12 പേരെയും പാലക്കാട് നിന്ന് 4 പേരെയുമാണ് സംശയിക്കുന്നത്. അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനം. സംസ്ഥാന ബജറ്റ് കല്യാശ്ശേരി മണ്ഡലത്തിന് 106 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. ബൈക്ക് യാത്രക്കാരുടെ മേൽ മരം കടപുഴകി വീണു. പയ്യന്നൂർ എടാട്ട് കോളേജ് സ്റ്റോപ്പിന് സമീപമാണ് അപകടം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. തൃക്കരിപ്പൂർ നടക്കാവ് തൈക്കീരിൽ വീടുകൾ വെള്ളക്കെട്ടിൽ. വാർത്തകൾ വിശദമായി. IS ബന്ധം ആശങ്കയൊഴിയാതെ ബന്ധുക്കൾ. സംസ്ഥാനത്ത് 16ഓളം പേർ ഭീകരവാദ സംഘടനയായ ISൽ ചേർന്നതായി സംശയം. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 12 പേരും പാലക്കാട് നിന്ന് 4 പേരുമായാണ് കാണാതായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ പടന്ന സ്വദേശികൾ ഉൾപ്പെടെ സംഘത്തിൽപ്പെട്ടതായി നിഗമനം. പടന്നയിൽ നിന്നും കാണാതായ യുവാവ് ISൽ ചേർന്നതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. കേരളത്തിൽ നിന്ന് കുട്ടികളടക്കം 16 പേർ IS ക്യാമ്പിലെത്തിയതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് സൂചന ലഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ 12 പേരും പാലക്കാട് ജില്ലയിലെ 4 പേരും അടങ്ങിയ സംഘം സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ ഉള്ള ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ക്യാമ്പിലെത്തിയതായാണ് സംശയിക്കുന്നത്. ഇവരിൽ 5 പേർ കുടുംബസമേതമാണ് ക്യാമ്പിലെത്തിയിട്ടുള്ളതെന്നാണ് വിവരം. 1 മാസമായി കാണാതായ ഇവരിൽ നിന്ന് കഴിഞ്ഞ ദിവസം സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അങ്കലാപ്പിലായ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പടന്നയിലെ ഡോക്ടർ ഇജാസ്, ഭാര്യ റിഫൈല, 2 വയസ്സുള്ള കുഞ്ഞ്, ഇജാസിന്റെ അനുജൻ എഞ്ചിനീയറിംഗ് ബിരുദധാരി ഷിഹാസിന്റെ ഭാര്യ അജ്മല, തൃക്കരിപ്പൂരിലെ അബ്ദുൾ റഷീദ് അബ്ദുള്ള, ഭാര്യ ആയിഷ, 2 വയസ്സുള്ള കുട്ടി, ഹഫീസുദ്ദീൻ, മർവാൻ ഇസ്മായിൽ, അഷ്ഫാഖ് മജീദ്, ഫിറോസ് എന്നിവരെയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് കാണാതായിട്ടുള്ളത്. ഡോക്ടർ ഇജാസ്, സഹോദരൻ ഷിഹാസ്, അബ്ദുൾ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മലയാളികൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ക്യാമ്പിലെത്തിയതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഇവരുടെ ഫോൺ ബന്ധം രഹസ്യാന്വേഷണ വിഭാഗം പിന്തുടരുകയായിരുന്നു. തൃക്കരിപ്പൂർ പടന്ന മേഖലയിൽ നിന്ന് മധ്യപൂർവ്വദേശത്ത് IS സ്വാധീന മേഖലയിലേക്ക് എത്തിയതെന്ന് സംശയിക്കുന്ന സംഘത്തെ നയിച്ചത് അബ്ദുൾ റഷീദും ഡോക്ടർ ഇജാസും. കുടുംബത്തോടെ കടന്നതായി കരുതുന്ന ഇവരിൽ ഡോക്ടർ ഇജാസ് നാട്ടിൽ പറഞ്ഞത് ശ്രീലങ്കയിൽ ജോലി കിട്ടി പോവുകയാണെന്നത്രേ. നേരത്തെ കോഴിക്കോട് ജില്ലയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഇദ്ദേഹം ചൈനയിൽ നിന്നാണ് MBBS പാസ്സായത്. ഭാര്യയെ നിർബന്ധിച്ച് ഒപ്പം കൂട്ടിയതാണെന്നും പറയുന്നു. ഇജാസിന്റെ സഹോദരൻ ഷിഹാസും ഭാര്യയെയും കൂട്ടിയാണ് വീട് വിട്ടത്. ഇവരിൽ ചിലർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഉറപ്പിക്കുന്നു. കടുത്ത മൗലികവാദികളാണെങ്കിലും മറ്റാരോടെങ്കിലും വിദ്വേഷം വെച്ച് പുലർത്തുന്നവരായിരുന്നില്ല ഇവരെന്നും ഇതേവരെ ഒരു കേസിലും പ്രതികളല്ല കാണാതായവർ. കൂട്ടുകൃഷി ചെയ്യാൻ പോകുന്നുവെന്നും പ്രാർത്ഥനയ്ക്ക് പോകുന്നുവെന്നുമൊക്കെ ബന്ധുക്കളെ ധരിപ്പിച്ചാണ് ഇവർ നാട്ടിൽ നിന്ന് പലതവണയായി യാത്രയായത്. വേറെ ഇല്ല, ഇനി നിങ്ങൾക്ക് വരണമെങ്കിൽ ഇങ്ങനെ പോവാൻ നേരെ നമ്മൾ സ്വർഗത്തിലെത്തി. അതാണ് ഇവരെ ഷോർട്ട് വാക്കതാണ്. ഒന്നുമില്ല, ഒരു ഭാഗത്തും ഇല്ല. എവിടെ പള്ളിയിൽ പോകുള്ള പേര് ഞമ്മ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. വേറൊന്നും ലൈൻ വേണ്ടേ? പള്ളിയിൽ പോകുന്ന നിസ്കരിക്കുന്നത് വരുന്നതല്ലാണ്ട് 3 മണിക്ക് തയ്ച്ചു നിസ്കരിക്കും, 4 മണിക്ക് പള്ളിയിൽ പോകും. പിന്നെ ഒരു വർക്ക് വരെ കുറവാണ്. അത്രയും ഇതിലല്ലേ. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയിക്കാനുണ്ടെങ്കിൽ എല്ലാം പറയല്. ഒന്നുമില്ലല്ലോ. നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തി, ഇനി അന്വേഷിക്കേണ്ട. തൃക്കരിപ്പൂരിൽ കാണാതായ ഒരാൾ നാട്ടിലെ ഭാര്യയ്ക്ക് വാട്സപ്പ് ടെലിഗ്രാമായി അയച്ച സന്ദേശം ഇതാണ്. മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കി അവരെയും കൂട്ടി ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തണമെന്ന സന്ദേശവുമുണ്ട്. തങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തിയതെന്ന് പ്രകടമായി പറയുന്നത് 2 പേരുടെ സന്ദേശത്തിൽ മാത്രമാണ്. തങ്ങൾ ഇസ്ലാമിക് രാജ്യത്തിലെത്തി, ഇവിടെ അമേരിക്ക നിരപരാധികളെ കൊല്ലുകയാണെന്നും ഇസ്ലാമിക് സ്റ്റേറ്റിനു വേണ്ടി സ്വയം സമർപ്പിക്കുകയാണെന്നും ഇവരുടെ സന്ദേശത്തിൽ ഉൾപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. IS ബന്ധം കാസർഗോഡ് അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനം. കാണാതായവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളും ഉൾപ്പെടെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. സംസ്ഥാനത്ത് കുട്ടികൾ ഉൾപ്പെടെ 16 പേർ IS ക്യാമ്പിലെത്തിയതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണായ യുവതിയുവാക്കളെക്കുറിച്ച് സംസ്ഥാന പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഒരു വിഭാഗത്തിൽപ്പെട്ട കാണാതായ യുവതിയുവാക്കളിൽ ഭൂരിഭാഗം പേരും ഭീകരവാദ സംഘടനയായ ISുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളിലാണുള്ളതെന്നാണ് വ്യക്തമായ സൂചന.
കാസർഗോഡ് പടന്നയിലെ ഒരു യുവാവ് കഴിഞ്ഞ ദിവസം നാട്ടിലുള്ള ഒരു ഫോണിലേക്ക് അയച്ച സന്ദേശമാണ് ദുരൂഹതകൾ മാറ്റി ഇവരുടെ തിരോധാനത്തിന്റെ യഥാർത്ഥ വസ്തുതയിലേക്ക് വഴിതെളിച്ചത്. കാസർഗോഡ് ജില്ലയിലെ പടന്ന, തൃക്കരിപ്പൂർ, ചന്ദേര ഭാഗങ്ങളിലും പോലീസ് പരിശോധന കർശനമാക്കും. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 12 പേരെയും പാലക്കാട് ജില്ലയിൽ നിന്ന് 4 പേരെയുമാണ് ഒരു മാസം മുൻപ് കാണാതായത്. ഇതിൽ കാണാതായ ഒരാളുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഫോൺ ടാപ്പ് ചെയ്ത് ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റ് ക്യാമ്പിലെത്തിയതായി ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഈജിപ്ത്, സിറിയ വഴി ഇവർ അഫ്ഗാനിസ്ഥാനിൽ എത്തിയിരിക്കാമെന്നാണ് അന്വേഷണ വിഭാഗത്തിന്റെ സംശയം. ഇവരിൽ നിന്നും ഒടുവിൽ കിട്ടിയ ഫോൺ വിളിയിലെ ടവർ ലൊക്കേഷൻ അഫ്ഗാനിസ്ഥാനിലേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്രത്യക്ഷമായ യുവാക്കളിൽ ചിലർ ഇപ്പോഴും നാട്ടിലെ ചിലരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും ഇവർ വഴി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന പണവും നിർദ്ദേശവും നൽകുന്നുണ്ടെന്നുമുള്ള സംശയവും ഇതിനോടകം ബലപ്പെട്ടു കഴിഞ്ഞു. മദ്രസകളിൽ പഠിക്കുന്ന പിഞ്ചുകുട്ടികളെ പോലും ശിരോവസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് ഇവരുടെ ഭീഷണി മൂലമാണോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാസർഗോഡുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇതുമായി നേരത്തെ ഇത്തരം അനുഭവങ്ങളുണ്ടായിട്ടുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും തരത്തിൽ ഈ ചെറുപ്പക്കാർ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘത്തിൽ പെട്ടു എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇവരുടെ പേരിൽ ചില നമ്പറുകളിൽ നിന്ന് വന്നിട്ടുള്ള മെസ്സേജുകളാണ് നമുക്കുള്ളത്. നേരിട്ട് അവരുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനോ കഴിഞ്ഞിട്ടില്ല. വാട്സപ്പിലെ ടെലിഗ്രാം സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള മെസ്സേജുകളാണ് വരുന്നത്. അതുകൊണ്ട് അവർ തന്നെയാണോ അയക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാപരമാണോ എന്നറിയില്ല. അപ്പോൾ അത് ഉറപ്പുവരുത്തുന്നതിനുള്ള അന്വേഷണം ആ നിലയിലാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇവരെല്ലാം ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘത്തിൽ പെട്ടു എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മറ്റു വാർത്തകൾ. സംസ്ഥാന ബജറ്റ് കല്യാശ്ശേരി മണ്ഡലത്തിന് 106 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. മുൻ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ തുടരുന്നതോടൊപ്പം പുതിയ പദ്ധതികളും ഇതിൽപ്പെടുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കി സംസ്ഥാന ബഡ്ജറ്റ് പ്രദേശത്തെ റോഡുകളുടെയും പാലങ്ങളുടെയും ആശുപത്രികളുടെയും കലാസാംസ്കാരിക രംഗത്തും പ്രാധാന്യം നൽകുന്ന ബഡ്ജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. മാടായിക്കാവ് ക്ഷേത്രകലാ അക്കാദമിക്ക് 50 ലക്ഷം രൂപ, മൂശാരിക്കോവിൽ വെങ്കല പൈതൃക ഗ്രാമം 25 ലക്ഷം, കെൽട്രോൺ സ്ഥാപക ചെയർമാൻ KPP നമ്പ്യാരുടെ സ്മാരക മ്യൂസിയം പണിയാൻ 1 കോടി രൂപയും അനുവദിച്ചു. രാമന്തളി മാടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൂലക്കീൽ കടവ് പാലത്തിന് 25 കോടി രൂപയും ചെറുകുന്നുപട്ടവും പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കാവിൻമുനമ്പ് പാലം നിർമ്മിക്കുന്നതിന് 35 ലക്ഷം രൂപയും അനുവദിച്ചു. തളിപ്പറമ്പ് പട്ടവും ചെറുകുന്ന് റോഡിന് 10 കോടി, ചന്തപ്പുര പരിയാരം മെഡിക്കൽ കോളേജ് ശ്രീസ്ഥാൻ നെരുവമ്പ്രം ഏഴോം കോട്ടക്കീൽ വെള്ളിക്കൽ ബൈപ്പാസ് റോഡിന് 25 കോടി രൂപയും അനുവദിച്ചു. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നതിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആകെ 106.75 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാടായി രാമന്തളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൂലക്കീൽ കടവ് പാലത്തിന് സംസ്ഥാന ബജറ്റിൽ 25 കോടി രൂപ അനുവദിച്ചു. ആഹ്ലാദത്തോടെ മൂലക്കീൽ കടവ് നിവാസികൾ. മാടായി രാമന്തളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൂലക്കീൽ പാലം ജനങ്ങളുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു. ഇതിനായി ഇരു പഞ്ചായത്തിലുമുള്ളവർ ഏറെക്കാലമായി പരിശ്രമം ആരംഭിച്ചിട്ട്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന്റെ സ്ഥലം വിട്ട് കിട്ടാത്തതായിരുന്നു ആദ്യഘട്ടത്തിൽ പാലത്തിന് തടസ്സമായി നിന്നത്. എന്നാൽ നാട്ടുകാരുടെ ശക്തമായ ഇടപെടൽ സ്ഥലം ലഭ്യമാക്കി. പാലം നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിൽ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് തടസ്സവുമായി എത്തി. പാലത്തിന്റെ ഉയരം വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ഇവരുടെ വാദം. കഴിഞ്ഞ സർക്കാർ പാലം നിർമ്മാണത്തിനായി 11 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഈ തുക കൊണ്ട് പാലത്തിന്റെ ഉയരം വർദ്ധിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. MLAയുടെ നേതൃത്വത്തിൽ വിശദമായ എസ്റ്റിമേറ്റ് സർക്കാരിൽ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 25 കോടി രൂപ പാലം നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. ഇത് ഏറെ ആഹ്ലാദകരമാണെന്ന് നാട്ടുകാർ പറയുന്നു. മൂലക്കീൽ കടവിന് രാമന്തളി പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്നതിന് പാലം അനുവദിച്ച പാലത്തിന് വേണ്ടി 25 കോടി ബഡ്ജറ്റിൽ വകയിരുത്തിയ പിണറായി സർക്കാരിന് മൂലക്കീൽ നാടിൻ്റെ ആകെയുള്ള അഭിവാദ്യം അർപ്പിക്കുകയാണ്. പാലം നിർമ്മാണം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാടായിക്കാവ് ക്ഷേത്രകലാ അക്കാദമിക്ക് ബഡ്ജറ്റിൽ വീണ്ടും 50 ലക്ഷം. മുൻ സർക്കാരും 50 ലക്ഷം അനുവദിച്ചിരുന്നു. എങ്കിലും അധികൃതരുടെ നിസ്സംഗതയാണ് അക്കാദമി പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നത്. ക്ഷേത്രകലകൾ അഭ്യസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി മാടായിക്കാവിൽ തുടക്കം കുറിച്ച ക്ഷേത്രകലാ അക്കാദമിക്ക് ഇക്കുറിയും കിട്ടി 50 ലക്ഷം.
ചെണ്ട, മദ്ദളം, പൂരക്കളി തുടങ്ങിയവ പരിശീലിപ്പിക്കുന്നതിനായിരുന്നു ക്ഷേത്രകലാ അക്കാദമി തുടക്കം കുറിച്ചത്. എന്നാൽ അധികൃതരുടെ അനാസ്ഥയും കെടുകാര്യസ്ഥതയുമാണ് അക്കാദമി പ്രവർത്തനം കേവലം ഉദ്ഘാടന മാമാങ്കത്തിൽ ഒതുക്കിയത്. ഫണ്ട് ഇവിടെ തടസ്സമായിരുന്നില്ല. പുതിയ സർക്കാരിൻ്റെ കന്നി ബഡ്ജറ്റിലും മാടായിക്കാവ് ക്ഷേത്രകലാ അക്കാദമിക്ക് കിട്ടി 50 ലക്ഷം. ക്ഷേത്രകലാ അക്കാദമി യാഥാർത്ഥ്യമാക്കാൻ ഏറെ പേർ കഠിനശ്രമം നടത്തിയിരുന്നു. ഇവരുടെ ശ്രമത്തിന് ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കലാകാരന്മാർ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രകലകൾ അഭ്യസിപ്പിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും അക്കാദമിയിലുണ്ടാകും. ഭാവിയിൽ ഇതൊരു യൂണിവേഴ്സിറ്റിയാക്കി മാറ്റണമെന്നുവരെ അഭിപ്രായപ്പെട്ടവരുണ്ട്. നല്ലൊരു നേതൃത്വം കൂടി ഉണ്ടായാൽ ക്ഷേത്രകലാ അക്കാദമി എന്ന സ്വപ്നം വിദൂരമല്ല എന്നാണ് സൂചനകൾ നൽകുന്നത്. ആദ്യപടിയായി ക്ഷേത്രകല ചെണ്ട പഠനത്തിനാണ് തുടക്കം കുറിക്കുക എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഇൻ്റർവ്യൂ കുട്ടികളിൽ നിന്ന് നടത്തുകയുണ്ടായി. അതിനുശേഷം യാതൊരു പ്രവർത്തനവും മുന്നോട്ട് പോയില്ല. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ക്ഷേത്രകലകൾ അഭ്യസിപ്പിക്കുന്ന ബൈക്ക് യാത്രക്കാരുടെ മേൽ മരം കടപുഴകി വീണു. പയ്യന്നൂർ എടാട്ട് കോളേജ് സ്റ്റോപ്പിന് സമീപമാണ് വൈകുന്നേരം 4:30 അപകടം നടന്നത്. പരിക്കേറ്റ യാത്രക്കാരെ പയ്യന്നൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിലാത്രയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന ബൈക്കിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. അപകടത്തിൽ കണ്ടോത്ത് സ്വദേശികളായ ദാമോദരൻ, ലിജേഷ് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച അവധി ദിവസമായതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. പയ്യന്നൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സ്ഥലത്തു നിന്നും മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വീടുകൾ വെള്ളക്കെട്ടിൽ, കുടിവെള്ളം പോലും മലീമസമായി. നടക്കാവ് തൈക്കീൽ റോഡ് പരിസരത്തെ വീട്ടുകാരാണ് വെള്ളക്കെട്ട് കാരണം ദുരിതം അനുഭവിക്കുന്നത്. റോഡ് നിർമ്മാണത്തിലെ അപാകതയും ഡ്രൈനേജ് ഇല്ലാത്തതുമാണ് റോഡിനിരുവശത്തുമുള്ള വീട്ടുകാരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. മഴ കൂടിയായതോടെ വീടിനകത്തേക്ക് വെള്ളം കയറുന്ന നിലയാണ്. KV ഗീതയുടെ വീട്ടിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതിയാണ് നിലവിൽ. കുട്ടികളടക്കം ഇത് കാരണം നന്നായി കഷ്ടപ്പെടുകയാണ്. തൊട്ടടുത്തുള്ള പരേതനായ TV ഭാസ്കരന്റെ വീടിന്റെ സ്ഥിതിയും മറിച്ചല്ല. കിണറുകളും മലീമസമായി കുടിവെള്ളം പോലും മുട്ടിയ നിലയിലാണ്. പഞ്ചായത്ത് അധികൃതർക്കും കാസർഗോഡ് ജില്ലാ കളക്ടർക്കും പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് വീട്ടുകാർ. പശുക്കൾക്കും ഒന്നും ഇവിടെ പരിപാലനത്തിനുള്ള ഒരു സൗകര്യമില്ല കൊടുത്തത്. കുട്ടികൾ അംഗൻവാടി പോകുന്ന 2 കുട്ടികളുണ്ട്. 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടികളുണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെള്ളം റോഡ് വന്നതിന് ശേഷമാണ് വെള്ളം പോകാനുള്ള സൗകര്യം ഇല്ലാത്തത്. മുൻപേ ഇതിൽ ഒത്തി വെച്ചിരുന്നത്, അതിപ്പം അപ്പുറം അടച്ചതിനാൽ വെള്ളം പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കുടിവെള്ളം പോലും ഇപ്പം മലിനപ്പെട്ട് വരികയാണ്. അങ്ങനത്തെ അവസ്ഥയല്ല വെള്ളത്താഴ്ചയിൽ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. ചെറുതാഴം ബാങ്ക് ഹാളിൽ PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ബാങ്ക് ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ ചെറുതാഴത്ത് തങ്കമണി തമ്പുരാട്ടി നഗറിലാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ സമ്മേളനം നടന്നത്. രാവിലെ പതാക ഉയർത്തലോടെയാണ് 2 ദിനങ്ങളായി നടന്ന സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് ഇന്ദിരയുടെ അധ്യക്ഷതയിൽ PK ശ്രീമതി ടീച്ചർ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ ചെറുപ്പക്കാരികൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഞാനതൊന്നും കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരള മഹിളാ ഫെഡറേഷൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിനകത്ത് വളരെ പുരോഗമനപരമായ ആശയഗതിയോടുകൂടി ചിന്താഗതിയോടുകൂടി സ്ത്രീ പുരുഷ സമത്വത്തിനും സമൂഹത്തിന്റെ മാറ്റത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിട്ട് നമുക്ക് ജില്ലാ തലത്തിൽ ഒരു പ്രകടനം, ഒരു വിലക്കയറ്റത്തിനെതിരെയുള്ള പ്രകടനം നടത്തുമ്പോൾ അന്ന് കണ്ടത് ഒരു 10 പേരായിരുന്നു. അജിത രക്തസാക്ഷി പ്രമേയവും T പ്രഭാവതി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. 1ാം ദിനമായ ശനിയാഴ്ച വിവിധ കമ്മിറ്റികളുടെ പാനൽ അവതരണം, സംഘടനാ റിപ്പോർട്ട് അവതരണം, ഗ്രൂപ്പ് ചർച്ച എന്നിവയും നടന്നു. 2ാം ദിനമായ ഞായറാഴ്ച പൊതുചർച്ച, മറുപടി, പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ജില്ലാ സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കൽ, പ്രമേയാവതരണം തുടങ്ങിയവയും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുറ്റൂർ ഓലയമ്പാടി റൂട്ടിൽ സുവിശേഷപൂരം, റോഡരികിൽ സാമൂഹ്യവിരുദ്ധർ കോഴിമാലിന്യം തള്ളിയ നിലയിൽ. പ്രദേശത്ത് ദുർഗന്ധം കാരണം കാൽനടയാത്ര പോലും അസാധ്യമായി. രൂക്ഷമായ ദുർഗന്ധത്തിന്റെ കാരണം അന്വേഷിച്ചെത്തിയ നാട്ടുകാരാണ് മാലിന്യം റോഡരികിൽ തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. മാലിന്യത്തിന് ഒരു ദിവസത്തിലേറെ പഴക്കമുള്ളതായും നാട്ടുകാർ പറയുന്നു. വലിയ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് തള്ളിയ മാലിന്യം പുഴുവരിച്ച നിലയിലാണ്. പ്രദേശത്ത് ദുർഗന്ധം കാരണം കാൽനടയാത്ര പോലും പറ്റാത്ത നിലയാണ്. സമീപവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിലുമാണ്.
സംഭവം ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഇന്നലെയാണ് അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന് അടിയന്തരമായ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ കാട് അടക്കമുള്ള ഇടങ്ങളെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഒരല്പം കുറവുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്തരത്തിൽ പിന്നെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഇടപെടലുണ്ടാവും എന്നാണ് മെമ്പർ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അല്ലെങ്കിൽ ഇത് യുവാക്കളെ അണിനിരത്തി DYFI എന്നുള്ള രീതിയിൽ തന്നെ ഏറ്റെടുത്ത് നടത്താൻ ഇതിനെ ശക്തമായി എതിർക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരക്കാർക്കെതിരെ ശക്തമായ രീതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് എരമംകുറ്റൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ PP സിന്ധു പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സദ്ഭാവന തൃക്കരിപ്പൂർ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. സദ്ഭാവന പ്രതിഭാ സംഗമവും ഉന്നത വിജയികൾക്ക് അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഇഹലോക ജീവിതത്തിൽ നമുക്ക് വിവേകം എന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ലക്ഷ്യം നോളജ് അല്ല, അറിവല്ല ലക്ഷ്യം. അറിവ് ഒരു മാർഗം മാത്രമാണ്, വിവേകമാണ് ലക്ഷ്യം. രക്ഷിതാക്കളെ ബഹുമാനിക്കാനുള്ള വിവേകം ആലോചിച്ച് നോക്കണം. അധ്യാപകരെ ബഹുമാനിക്കാനുള്ള വിവേകം. തലമുതിർന്ന ആളുകൾ കടന്നു വരുമ്പോൾ അവരെ കണ്ട് എണീച്ചു നിൽക്കാനുള്ള, ബഹുമാനിക്കാനുള്ള വിവേകം. അപ്പൊ വിവേകവും അറിവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന ചോദ്യം കുട്ടികൾ സ്വാഭാവികമായിട്ട് ചോദിക്കും. മുതിർന്നവർ ചോദിച്ചോളൂ എന്നില്ല. അറിവും വിവേകവും തമ്മിലുള്ള വ്യത്യാസം. ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ അറിവ്, അതിനെയാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വിവരമല്ല വിവേകമാണ് വേണ്ടതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. BSc സൈക്കോളജിയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ റഷീദ എൻസിക്ക് വേണ്ടി രക്ഷിതാവ് ഉപഹാരം ഏറ്റുവാങ്ങി. മെഡിക്കൽ എൻട്രൻസിൽ ഉന്നത വിജയം നേടിയ ചന്ദന രാജൻ, MScയിൽ റാങ്ക് നേടിയ അഖില, ചരടുകുത്തിക്കോൽക്കളിയിൽ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ പ്രഭാകരൻ തരങ്ങണി എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിധിക്കകത്ത് SSLC, +2, VHSC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളും A+ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. തുടർന്ന് അഭ്യസ്ത വിദ്യർക്കായി സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ സംസ്ഥാന സർക്കാരിന്റെ റിസോഴ്സ് പേഴ്സൺ P. അബ്ദുൽ ലത്തീഫ് വയനാട് ക്ലാസ് എടുത്തു. E. രാജേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. K. ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ, വൈസ് പ്രസിഡന്റ് N. സുകുമാരൻ, തൃക്കരിപ്പൂർ VHSC പ്രിൻസിപ്പൽ കീർത്തിമോൻ KS, P. ബാലകൃഷ്ണൻ, PV വിജയൻ, വെള്ളൂർ ഗംഗാധരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KK സജിത്ത് നന്ദി രേഖപ്പെടുത്തി. കോറം സർവീസ് സഹകരണ ബാങ്ക് ഇടപാടുകാരുടെയും മെമ്പർമാരുടെയും മക്കളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് അനുമോദനം നൽകി. C. കൃഷ്ണൻ MLA ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ബാങ്ക് മെമ്പർമാരുടെയും ഇടപാടുകാരുടെയും മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. ചടങ്ങിൽ വെച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റി BBATTM പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ തോട്ടംകടവിലെ MK സ്നേഹയെ അനുമോദിച്ചു. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും C. കൃഷ്ണൻ MLA നിർവഹിച്ചു. ഇത് റവന്യൂ വില്ലേജിന്റെ കാര്യമാണെങ്കിൽ ആ മലയോര മേഖലയിൽ ഒരു ചെറിയൊരു പ്രദേശത്തുള്ള കുട്ടികൾക്ക് അവിടെ സംഘടന ഇതുപോലൊരു ചടങ്ങ് ഏർപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് SSLC, +2 പരീക്ഷയിൽ മാത്രമല്ല, ഒരു നിർധന കുടുംബത്തിലെ ഒരു കുട്ടി സിവിൽ സർവീസ് പരീക്ഷയിൽ IAS പഠിക്കാൻ വേണ്ടിയിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള ഒരു കുട്ടിയെ അവിടെ അനുമോദിക്കുകയുണ്ടായി. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് K. കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. IC ജയന്തി, PV സരോജിനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് 3-ാം തീയതി ബഹുമാനപ്പെട്ട മൃഗസുരക്ഷാ വകുപ്പ് മന്ത്രി ശ്രീ രാജു അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അതിന്റെ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കാസർഗോഡ് സ്റ്റേഷന്റെ പുറകിലാണ് ആദ്യത്തെ സെന്റർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള 2016-17 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ കരട് പദ്ധതി രേഖ അവതരണം നടത്തി.
തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PV പത്മജ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AG സെറീന, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K റീത്ത, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രവി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സെമിനാറിന്റെ ഭാഗമായി ഗ്രൂപ്പ് ചർച്ചയും ക്രോഡീകരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കലശോത്സവത്തിനുള്ള പൂക്കൾ സ്വന്തമായി കൃഷി ചെയ്യാനൊരുങ്ങി മണിയറ എടക്കാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രം ഭാരവാഹികൾ. പദ്ധതിയുടെ ഭാഗമായുള്ള തൈ വിതരണോദ്ഘാടനം ക്ഷേത്ര പരിസരത്ത് നടന്നു. ക്ഷേത്രപൂജയ്ക്ക് ആവശ്യമായതും ഭക്തർക്ക് പ്രസാദ വിതരണത്തിൽ ഉൾപ്പെടുന്നതടക്കമുള്ള പുഷ്പങ്ങൾക്ക് ക്ഷാമവും കൃത്രിമത്വവും കൂടുതലായതോടെയാണ് പൂജയ്ക്കാവശ്യമായ പുഷ്പങ്ങൾ സ്വന്തമായി ഒരുക്കുക എന്ന ആശയവുമായി ക്ഷേത്രം ഭാരവാഹികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ 9 ദിവസങ്ങളായി നടക്കുന്ന കലശോത്സവത്തിന് ഉപയോഗിക്കുന്ന ചെക്കിപ്പൂക്കൾ ക്ഷേത്ര പരിസരത്തെ വിവിധ വീടുകളിൽ കൃഷി ചെയ്യുക എന്നതാണ് ഭാരവാഹികൾ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെക്കിത്തൈകളുടെ വിതരണോദ്ഘാടനം KG ഭട്ടതിരി KV പുഷ്പലതയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PV കരുണാകരൻ, AP ജനാർദ്ദനൻ, PK പത്മനാഭൻ, MP ജനാർദ്ദനൻ, K കുഞ്ഞിരാമൻ, PV പ്രകാശൻ, P നാരായണൻ, M ശ്യാമള തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 12-ന് KK റെസിഡൻസിയിൽ നടക്കും. കഴിഞ്ഞ 3 വർഷങ്ങളായി പയ്യന്നൂർ സാമൂഹ്യത്തിൽ ഒട്ടേറെ പ്രവർത്തനം കാഴ്ചവെച്ച പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ പ്രസിഡന്റ് മറ്റുമാരുടെ സ്ഥാനാരോഹണം 2014 ജൂലൈ 12-ന് KK റെസിഡൻസിയിൽ നടത്തുന്നതാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷനും വരവേൽപ്പ് സമ്മേളനവും പയ്യന്നൂർ ഗാന്ധി മന്ദിറിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി MB വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. T കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. C കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് പുതിയ മെമ്പർമാരെ വരവേറ്റു. KV ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. TV ഗംഗാധരൻ, KV ഭാസ്കരൻ, P ലളിത ടീച്ചർ, K രാമകൃഷ്ണൻ, CV രാജഗോപാലൻ, AV തമ്പാൻ, K ഗോവിന്ദൻ നമ്പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കുട്ടികളെ എരമംകുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു. P കരുണാകരൻ MP ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എരമംകുറ്റൂർ പഞ്ചായത്ത് പരിധിയിലെ കുട്ടികളെയും അഖിലേന്ത്യാ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ കേരളത്തിൽ 1ാം റാങ്കും സംസ്ഥാന എൻട്രൻസ് പരീക്ഷയിൽ 5ാം റാങ്കും നേടിയ അതുൽ ഗംഗാധരനെയും പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. SSLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ക്യാഷ് അവാർഡ് വിതരണവും P കരുണാകരൻ MP നിർവഹിച്ചു. എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ സംസ്ഥാനത്ത് 5ാം റാങ്ക് നേടിയ അതുൽ ഗംഗാധരനുള്ള ഉപഹാര സമർപ്പണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ നിർവഹിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ അധ്യക്ഷത വഹിച്ചു. CP ലക്ഷ്മിക്കുട്ടി ടീച്ചർ, K ജിഷ, K സുധാമണി, NB ഭാർഗവൻ, KV ഗോവിന്ദൻ, PV നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷനും വരവേൽപ്പ് സമ്മേളനവും DCC ജനറൽ സെക്രട്ടറി MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷനും വരവേൽപ്പ് സമ്മേളനവും പയ്യന്നൂർ ഗാന്ധി മന്ദിറിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി MB വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പം 12 സീറ്റ് പാർലമെന്റിലുണ്ട്. അടുത്ത ഭാവിയിൽ 12 നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ആകാംക്ഷ നമ്മുടെ മുന്നിലില്ല. പക്ഷെ ആ 12 അതിനപ്പുറവും നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമാകണം. അത് ഉണ്ടായാൽ മാത്രമേ UDFന്റെ ഘടകകക്ഷികൾ ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റൂ. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരോട് പറയും, പക്ഷേ അണികൾക്ക് ഏകോപിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മറ്റൊരു ഘടകം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം T കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. C കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു.
അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് പുതിയ മെമ്പർമാരെ വരവേറ്റു. കെ വി ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ടി വി ഗംഗാധരൻ, കെ വി ഭാസ്കരൻ, പി ലളിത ടീച്ചർ, കെ രാമകൃഷ്ണൻ, സി വി രാജഗോപാലൻ, എ വി തമ്പാൻ, കെ ഗോവിന്ദൻ നമ്പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നവമാധ്യമകാലത്തെ തെയ്യം കലയുടെ ഭാവി ചർച്ച ചെയ്ത് കലാകാരന്മാരുടെ കൂട്ടായ്മ അണിയറ ശ്രദ്ധേയമായി. ഡോക്ടർ വൈ വി കണ്ണൻ വിഷയാവതരണം നടത്തി. കോലക്കാരുടെയും തെയ്യം ആചാരക്കാരുടെയും വാട്സപ്പ് കൂട്ടായ്മയായ അണിയറയുടെ നേതൃത്വത്തിൽ തെയ്യം കൂട്ടായ്മ മാതമംഗലം താജ് ഹോട്ടലിൽ നടന്നു. തെയ്യം വിപണി സംസ്കാരം എന്ന വിഷയത്തിൽ ഡോക്ടർ വൈ വി കണ്ണൻ സംസാരിച്ചു. മാതാവിനൊരു സംഘം ഉണ്ടാക്കിയപ്പോൾ അവരെടുത്ത അതിൽ ഞാൻ ഒരു മുഖ്യ പങ്കാളിയായിരുന്നു. ആ ഒരു നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്റ്റേജിലോ ജാഥക്കോ ലോകത്തെവിടെയും തെയ്യം പോകുന്നത് ശരിയല്ല. എന്നാൽ ഈ ചില തെയ്യങ്ങളുണ്ട്, മുത്തപ്പൻ, അതുപോലെ വയൽക്കരയൊക്കെ കഴിക്കുന്ന വ്യക്തി പറഞ്ഞാൽ 4 ഗീറ്റോ അല്ലെങ്കിൽ 4 വട്ടക്കണിയും കൂട്ടിക്കെട്ടി പള്ളിയുടെ എന്ന് സങ്കല്പിച്ച് ചെയ്യുന്ന. ഡോക്ടർ വി ദിനേശൻ മോഡറേറ്ററായി. തെയ്യത്തെ വിപണി അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നുവെന്നും വിപണിയുമായി ബന്ധപ്പെട്ട് തെയ്യത്തിന്റെ ഭാവി എന്താകുമെന്നും കൂട്ടായ്മ വിശദമായി ചർച്ച ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി മികച്ച കഥേതര ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച കനലാടി ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കുറ്റൂർ കണ്ണങ്കാട്ട് സൗഹൃദ പുരുഷ സ്വാശ്രയ സംഘം സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും പ്രതിരോധ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. CP കരുണാകരൻ സ്മാരക മന്ദിരത്തിന് സമീപം എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, റീച്ച്, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി, കണ്ണങ്ങാട്ട് സൗഹൃദ പുരുഷ സ്വാശ്രയ സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും പ്രതിരോധ മരുന്ന് വിതരണവും നടത്തി. കണ്ണങ്ങാട്ട് CP കരുണാകരൻ സ്മാരക മന്ദിരത്തിന് സമീപം നടന്ന മെഡിക്കൽ ക്യാമ്പ് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. PP സിന്ധു അധ്യക്ഷത വഹിച്ചു. CK വിനുകുമാർ സ്വാഗതം ആശംസിച്ചു. CP ലക്ഷ്മിക്കുട്ടി, VM സുരേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ സുബി KB ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. മാതമംഗലം രാഗലയം കലാക്ഷേത്രത്തിൽ സൗജന്യ നൃത്ത സംഗീത ചിത്രകല ചരടുകുത്തി കോൽക്കളി പരിശീലന ക്ലാസ് ആരംഭിച്ചു. മാതമംഗലം രാഗലയം കലാക്ഷേത്രത്തിൽ സൗജന്യ നൃത്ത, സംഗീത, ചിത്രകല, ചരടുകുത്തി, കോൽക്കളി എന്നിവയിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ പഠന ക്ലാസ് ആരംഭിച്ചു. അവന്തിക ബിജു, സുദേവ്, അനുഷ്ക P എന്നീ കുട്ടികൾ ചേർന്ന് ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു. രമേശൻ പെരിന്തട്ട സ്വാഗതം ആശംസിച്ചു. KMB ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യവീണ ടീച്ചർ, ബിപിൻ ദാസ്, ജനാർദ്ദനൻ PV തുടങ്ങിയവർ സംസാരിച്ചു. രമേശൻ പെരിന്തട്ടയും ബിപിൻ ദാസും ക്ലാസുകൾ നടത്തി. അളവിൽ കവിഞ്ഞ വിദേശ മദ്യവുമായി ഉദയഗിരി ശാന്തിപുരം സ്വദേശി കടത്തലക്കുന്നേൽ ദേവസ്യ എന്ന ജോൺസനെ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും ചെറുപുഴ SI KV സ്മിതേഷും സംഘവും അറസ്റ്റ് ചെയ്തു. ഇനി മാറ്റുലി. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശം കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. കോൺഗ്രസിൻ്റെ അടിമുടി സംഘടനാ തലത്തിൽ ബൂത്ത് തലം മുതൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് രക്ഷപ്പെടുന്നു. പ്രിയങ്ക ഗാന്ധിയോട് നെഹ്റു കുടുംബത്തിൻ്റെ ഒരു പ്രതിപത്തി കുറച്ച് മുതലാക്കാമെന്നല്ലാതെ കണ്ട് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനെ രക്ഷിക്കണമെങ്കിൽ കോൺഗ്രസ് അടിമുടി മാറേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഒരു പോരായ്മ തന്നെയാണ് നല്ലൊരു ശുദ്ധമായ നേതൃത്വമാർ കൂട്ടാൻ നേതൃത്വം ഇല്ലാത്തത്. അപ്പം അങ്ങനെ ഇല്ലാത്തപ്പോൾ കാലം കോൺഗ്രസ് ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, ജയിച്ച് കയറാനും പോകുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വയം തിരിച്ചുവിടുകയുള്ളൂ. അല്ലെങ്കിൽ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 16ഓളം പേർ ISൽ ചേർന്നതായി സംശയം. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 12 പേരെയും പാലക്കാട് നിന്ന് 4 പേരെയുമാണ് സംശയിക്കുന്നത്. അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനം.
സംസ്ഥാന ബജറ്റ് കല്യാശ്ശേരി മണ്ഡലത്തിന് 106 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. ബൈക്ക് യാത്രക്കാരുടെ മേൽ മരം കടപുഴകി വീണു. പയ്യന്നൂർ എടാട്ട് കോളേജ് സ്റ്റോപ്പിന് സമീപമാണ് അപകടം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. തൃക്കരിപ്പൂർ നടക്കാവ് തൈക്കീരിൽ വീടുകൾ വെള്ളക്കെട്ടിൽ. ഈ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.